ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ 179ാമത്തെ സെഷനാണല്ലോ ഇത്. ആറാം സദനത്തെക്കുറിച്ചുള്ള 19ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആറാം സദനത്തെക്കുറിച്ച് 4ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. എൻ്റെ സഹോദരിമാരെ, ഒരു കൃമിക്ക് ഇപ്രകാരം സ്വയം നൽകുവാൻ തിരുമനസ്സാകുന്ന ദൈവത്തെ പ്രതി നാം ഉപേക്ഷിച്ചിട്ടുള്ളതെല്ലാം എത്ര നിസ്സാരം! അവിടത്തേക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ പാടുള്ള സേവനങ്ങൾ എത്ര തുച്ഛം! ഇഹത്തിൽ തന്നെയും ഈ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാവുന്ന ശരണമുള്ളപ്പോൾ അതിനുവേണ്ടി നാം എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ സെഷന്റെ 9ാം അധ്യായത്തിൽ 9ാം ഖണ്ഡികയുടെ അവസാനത്തെ പദത്തിൽ പറയുകയുണ്ടായി, ഇതുപോലെയുള്ള ആത്മീയ അനുഭവങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് പ്രാപിക്കാനായിട്ട് ദൈവം കരുതി കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാപിക്കാതിരിക്കുന്ന എത്രയോ ഒരു ശപിക്കപ്പെട്ട അവസ്ഥയാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു ദൈവം നമ്മുടെ വെറും കൃമികളായി നമുക്ക് വേണ്ടി ഇതുപോലെ കരുതി വെച്ചിരിക്കുന്നത് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ത്യാഗം, സ്വയം ഉപേക്ഷിക്കല്, ദൈവഹിതം തേടല്, നമ്മുടെ തന്നെയുള്ള ബലപ്രയോഗം, ലോകത്തിന്റെ ചിന്തകളുള്ള മല്ലുപിടുത്തം, ഇതൊക്കെ എത്രയോ നിസ്സാരമായ അധ്വാനം, വില കൊടുക്കൽ മാത്രമേ ആകുന്നുള്ളൂ. അത്ര ഒരു നിസ്സാരമായ ത്യാഗം, അധ്വാനം, പരിശ്രമം, ഉപേക്ഷിക്കൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്ത് കിട്ടുന്ന എത്രയോ വലുതാണ്. ഇത് നമ്മൾ എന്തേ മനസ്സിലാക്കാത്തത് നമ്മൾ ചോദിക്കുകയാണ്. ഇഹത്തിൽ തന്നെയും ഈ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാമെന്ന് ശരണമുള്ളപ്പോൾ അതിനുവേണ്ടി നാം എന്ത് ചെയ്യുന്നുണ്ട്? നാം ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഉത്തമഗീതത്തിലെ മണവാട്ടിയെ പോലെ 3ാം അധ്യായം 2ാം വാക്യം, പെരുവഴികളിലും തെരുവീഥികളിലും ഈ നാഥനെ അന്വേഷിക്കുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും വിരമിക്കാൻ തക്ക ന്യായം എന്താണ് നമുക്കുള്ളത്? വേറെ ഒന്നിനും പോകാതെ ഈ ഒരു അനുഭവത്തിന് ദൈവത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം മുഴുവനും സകല അധ്വാനവും പരിശ്രമം മാറ്റി വെക്കേണ്ടതല്ലേ? ഈശോ തന്നെ മത്തായി 13 പറയുന്ന ഉദാഹരണം, ദൈവരാജ്യത്തെക്കുറിച്ച് നിധി കണ്ടെത്തുന്ന വ്യക്തി പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് സന്തോഷത്തോടെ പോയി ആ വയൽ മേടിക്കുന്നു. രത്നവ്യാപാരിയെ പറ്റി പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, വലിയൊരു രത്നം, അമൂല്യമായ രക്തം കണ്ടെത്തുമ്പോൾ അതുവരെ വാങ്ങിയതെല്ലാം വിറ്റഴിച്ചിട്ട് ആ പണം മുഴുവനും കൊടുത്ത് ഈ രത്നം സ്വന്തമാക്കുന്നു. അങ്ങനെ സ്വന്തമാക്കേണ്ട നിധിയും അമൂല്യ രത്നവുമാണ് ദൈവം. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. അത് തന്നെ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്ന മദ്രസ പറയുന്ന കാര്യം തന്നെയാണ്. സകലതും ത്യജിച്ചിട്ട് എല്ലാറ്റും ഉപരി സ്വന്തമാക്കണം. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കൽപ്പന. ഏതാണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. നമ്മൾ ആരാ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ എത്ര നിസ്സാരമായ ശക്തി ഉപയോഗിച്ചും നിസ്സാര അധ്വാനം കൊടുത്തും മനസ്സിന്റെ ഹൃദയത്തിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം മാറ്റിവെച്ചു അല്ല ദൈവത്തെ അന്വേഷിക്കുന്നതും സ്നേഹിക്കുന്നതും സ്വന്തമാക്കാൻ നോക്കുന്നതൊക്കെ. അമൃതസര നേരത്തെ പറഞ്ഞ പോലെ ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ നമുക്ക് നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടത്തിയെടുക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതിനപ്പുറം ഒന്നും ആത്മീയതയെ, പ്രാർത്ഥന നമ്മളൊന്നും കാണുന്നതേ ഇല്ല. പക്ഷെ നമ്മളെല്ലാവരും കൈ മുറുക്കം പിടിച്ച് ഇറക്കിക്കൊണ്ട് നടക്കുന്ന ബൈബിളിൽ തന്നെ ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങള്, സമ്പത്തിന്റെ സമൃദ്ധി എന്തുമാത്രമാണെന്ന് അമദ്രസീന് പങ്കുവെപ്പ് നമുക്കല്പം തിരിയുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ളവരെ നമുക്ക് വലിയ ആഗ്രഹത്തോടെ നമ്മളെ തന്നെ സമ്പൂർണമായിട്ട് ത്യജിച്ചുകൊണ്ട് തമ്പര നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് സ്വന്തമാക്കാനൊരു ആഗ്രഹം ഈ മദ്രസയുടെ പങ്കുവെക്കല് തിരിച്ചറിയുമ്പോഴെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് കൊതിക്കാം, പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട്. അത് തുടരുകയാണ്. ഉത്തമഗീതത്തിലെ മണവാട്ടിയെ പോലെ പെരുവഴികളിലും തെരുവീഥികളിലും ഈ നാഥനെ അന്വേഷിക്കുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും വിരമിക്കുന്നതൊക്കെ ന്യായം എന്താ നമുക്കുള്ളത്? ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും അത് പ്രാപിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യാത്ത ലോകകാര്യങ്ങളെല്ലാം എത്ര നിന്ദ്യം! ഇതിലേക്ക് നമ്മളെ സഹായിക്കുന്നില്ലാത്ത ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. ഈ ലോകത്തിന്റെ കാര്യങ്ങള്, അധ്വാനങ്ങള്, പരിശ്രമങ്ങള്, പണികള്, കൗതുകങ്ങള്, രസങ്ങള് എന്ത് വായിക്കോട്ടെ, അത് എല്ലാം വഴിയായിട്ട് ഈ ഒരു ദൈവ അനുഭവത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഇതിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ലാത്ത എല്ലാം നിന്ദ്യം തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ ഇതിലേക്ക് എത്താൻ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് അകലേക്ക് പോകാൻ നമ്മൾ വലിച്ചെഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ആവേശത്തോടെ ഇറങ്ങി ചെല്ലുന്നു, അതിന്റെ പുറകെ പോകുന്നു. അപ്പൊ നമ്മുടെ സ്ഥിതി എത്രയോ ദൗർഭാഗ്യകരമാണ്. നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഊഹിക്കാൻ പാടുള്ള സകല ലൗകിക സമ്പത്തുക്കളും സുഖ സന്തോഷങ്ങളും എന്ന് നിലനിൽക്കുമെങ്കിൽ തന്നെയും അവ അർഹിക്കുന്നത് അവജ്ഞ മാത്രമാണ്. അപ്പൊ നമുക്ക് ലൗകിക സമ്പത്തുകൾ, സുഖ സന്തോഷങ്ങളൊക്കെ ലോകത്തിലുള്ള ജനത്തിന്റെ ശരീരത്തിലൊക്കെ ഉള്ളത് നമുക്ക് അത് എന്നും നിലനിൽക്കുന്നതായിരുന്നെങ്കിൽ പോലും
ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഒന്നുമല്ല. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതേ അല്ല. അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഏത് ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ തലത്തിലുള്ള ഏത് ആനന്ദ സന്തോഷവും. അപ്പം അവയെല്ലാം ഉപയോഗിച്ച് ദൈവത്തിലേക്ക് പറന്ന് ഉയരാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നമ്മളെ ദൈവത്തെ അന്വേഷിക്കാനും അനുഭവിക്കാനും ദൈവസാനം തിരിച്ചറിയാനും സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ശരീരത്തിലും നമുക്കുള്ള പുറത്തുള്ള ലോകത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വഴിയായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സകല കാര്യങ്ങളും എന്നുള്ളൊരു തിരിച്ചറിവ്. അവസാനമില്ലാതെ അനുഭവിക്കാനിരിക്കുന്ന നിത്യനിധിയോട് തുലനം ചെയ്യുമ്പോൾ അവയെല്ലാം നമ്മൾ ഉളവാക്കുന്നത് അതൃപ്തിയും വെറുപ്പും അത്രേ. നിത്യനിധി, വയലിൽ ഒടിഞ്ഞു കിടക്കുന്ന നിധി, മദ്രസ അറിയാതെ തന്നെ ആ വാക്ക ഉപയോഗിക്കുന്നത്. നിത്യമായൊരു നിധി അവിടെയുണ്ട്, അത് സ്വന്തമാക്കണം. അതിനോട് തുലനം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബാഹ്യമായതൊന്നും അത് വെറും അതൃപ്തിയും വെറുപ്പും അത്രേ. പുസ്തകം പറയുന്ന പോലെ ഒരിക്കലും ലാഭമായി കരുതിയിരുന്നല്ല, ഇപ്പം ഞാൻ ഉച്ഛിഷ്ടം പോലെ നിന്ദ്യമായി ഞാൻ കരുതി മാറ്റിവെച്ചു. ആ അനുഭവം ഫിലിപ്പിയർ 3:10 പറയുന്നുണ്ടല്ലോ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അതിലുൾപ്പെട്ട സകല വിഭവങ്ങളുടെയും നാഥൻ നമ്മുടെ സ്വന്തമാണെന്ന ചാരിതാർത്ഥ്യത്തോടെ ഒത്തുനോക്കുമ്പോൾ മേലെ പറഞ്ഞതെല്ലാം കേവല ശൂന്യം മാത്രം. തമ്പുരാൻ എന്ന ഈ നിധി സ്വന്തമാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ വേറെ ഒന്നും നമുക്ക് സ്വന്തമാക്കാനും കെട്ടിപ്പിടിക്കാനും മുറുക്കെ പിടിക്കാനും ചേർത്ത് പിടിക്കാനും പൊതിഞ്ഞു വെക്കാനും കൂട്ടി സൃഷ്ടിക്കാനും ഒന്നും നമുക്ക് വേണ്ട എന്ന് നമുക്ക് ഉറപ്പാകും നമുക്ക് പറയുന്നു. 11-ാം ഖണ്ഡിക, മനുഷ്യരുടെ അന്ധത. കാരണം ഇങ്ങനെ ഒരു നോട്ടം കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണെല്ലാം മൂടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരുടെ അന്ധത. നമ്മുടെ കണ്ണുകളിൽ നിന്ന് പൊടി തുളച്ച് കളയാൻ എന്തുമാത്രം സമയം വേണ്ടി വരും. ഈ വേണ്ടാത്ത കാര്യങ്ങൾ, പൊടിയും കമ്പും കോലും എല്ലാം കണ്ണിൽ കയറി അടഞ്ഞിരുന്നിട്ട് നമുക്ക് ഈ നിത്യമായ കാര്യങ്ങളിലേക്ക് കാഴ്ച നോട്ടം എത്തുന്നേ ഇല്ല. അതിനോട് നമുക്ക് അടഞ്ഞു പോയ അന്ധത പോലെയാണ്. ഇതെന്നാ നമുക്ക് ഈ അന്ധതയുടെ ഈ പൊടിയൊന്ന് മാറ്റിക്കളയാൻ പറ്റുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം അവ നമ്മുടെ കാഴ്ച തീരെ നശിപ്പിക്കുകയില്ലെങ്കിലും വളരാൻ അനുവദിച്ച നമുക്കത് അത്യധികം ആപൽക്കരമായേക്കാവുന്ന അനേകം തരികളും മറുകുകളും ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണിനകത്ത് ഒത്തിരി വലിയ കമ്പ് കോലുമൊന്നും ഇപ്പം ഇരിക്കുന്നില്ലായിരിക്കും. ഈ ഒരു അനുഭവത്തിലേക്ക് വന്ന സഹോദരിമാരെ മദ്രസ പറയുകയാണ്. പക്ഷേ അല്പം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വളർന്ന് വലുതായി നമ്മുടെ ഈ ദൈവിക കാഴ്ച മുഴുവൻ മറച്ചു കളയാൻ മാത്രം പര്യാപ്തമായ പൊടികളും തരികളും മറുകുകളും ഒക്കെ നമ്മുടെ കാഴ്ചയിൽ കണ്ണിനകത്ത് തന്നെ ഉണ്ടെന്ന് മദ്രസ. ജാഗ്രത എടുക്കണം. അവിടെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആ താല്പര്യങ്ങൾ, ലോക താല്പര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാഹ്യ കാര്യങ്ങളുള്ള ഇടപെടലും എല്ലാം കയറി വന്നിട്ട് നമുക്ക് ദൈവത്തെ കാണാനും അന്വേഷിക്കാനും മേലാത്ത അവസ്ഥ തന്നെ ഉണ്ടാക്കാം. സഹോദരിമാരെ, ദൈവസ്നേഹത്തെ പ്രതി ഈ കുറ്റങ്ങളിൽ നിന്ന് നമുക്ക് ഫലം പ്രാപിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പാഠം പഠിച്ചെടുത്തിട്ട് കയറി വരണം. നമ്മുടെ നിർഭാഗ്യസ്ഥിതി എത്ര ഗുരുതരമാണെന്ന് അവയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. അപ്പം ഈ കുറ്റങ്ങൾ, തരികൾ, മറുകുകൾ പോലെയുള്ള നമ്മുടെ കുറവുകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളുടെ സ്ഥിതി എത്ര ദയനീയമാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ ദിവ്യനാഥൻ സുഖപ്പെടുത്തിയ കുരുടന്റെ കണ്ണുകൾ അല്പം ചെളിയുടെ പ്രയോഗം മൂലം തെളിഞ്ഞതുപോലെ, യോഹന്നാൻ 9:6-7 വാക്യങ്ങൾ, കണ്ണിൽ ഈശോ ചേറ് പൂശി കഴുകി കണ്ണ് തെളിഞ്ഞു, കാഴ്ച തെളിഞ്ഞു. അതുപോലെ അവ നമുക്കും കൂടുതൽ കാഴ്ച നൽകട്ടെ. അപ്പം നമുക്കും അങ്ങനെ ഒരു കാഴ്ചയുടെ അനുഭവം തമ്പുരാൻ തരാൻ ഇടവരട്ടെ, നമുക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ന്യൂനതകൾ മനസ്സിലാക്കി നമ്മുടെ ദൗർഭാഗ്യത്തിൽ നിന്ന് നന്മ ഉളവാക്കുവാൻ അവിടുത്തോട് അധികം നമുക്ക് പ്രാർത്ഥിക്കാം. അവയെല്ലാം അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ ഉപകരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പോലും ദൈവത്തിന് പ്രീതികരമാണ്. അപ്പം നമുക്ക് നമ്മുടെ അന്ധത വണ്ടമാനം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്ന പോലുമില്ല. അതറിയാൻ മേലാത്ത പോലെ ഒത്തിരി തരികളും കരടുകളും മറുകുകളൊക്കെ നമ്മുടെ കണ്ണിനകത്ത്, ആത്മീയ നേത്രങ്ങളിലുണ്ട്. അത് നമ്മുടെ കുറവ്, പോരായ്മയും ആസക്തികളും ബലഹീനതകളുമാണ്. അവയെല്ലാം ദൂരീകരിക്കാൻ നമ്മളെ കൊണ്ട് പലപ്പോഴും പറ്റുന്നില്ല. നമ്മുടെ ദൗർഭാഗ്യം നമുക്ക് അംഗീകരിക്കാം. നമുക്ക് തന്നോട് തന്നെ പ്രാർത്ഥിക്കാം, ഈശോ തന്നെ പ്രാർത്ഥിക്കാം. ഗുരുടൻ്റെ കണ്ണിൽ ചേറ് പൂശിയപ്പോൾ ആ അന്ധതയുടെ അവസ്ഥ മാറിക്കിട്ടിയാൽ അതുപോലെ ഞങ്ങളുടെ കണ്ണിൽ സ്വർഗീയമായ ഒരു ലേപനം നടത്തിയിട്ട് ഞങ്ങൾക്ക് ഈ അങ്ങയെ കാണാൻ, അങ്ങയ്ക്ക് വേണ്ടി കൊതിക്കാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ കാഴ്ച മറിച്ച് കളയുന്ന ഈ ബാക്കി ബാഹ്യ കാര്യങ്ങളെല്ലാം ഒന്ന് തൂത്ത് കളഞ്ഞു തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെ തമ്പുരാന് വളരെ പ്രീതികരമായിരിക്കും, സ്വീകാര്യമായിരിക്കും നമ്മൾ പറയുന്നു. 12-ാം ഖണ്ഡിക, പ്രകൃതത്തിൽ നിന്ന് ഞാൻ വളരെ വ്യതിചലിച്ചു പോയി. പറഞ്ഞു വന്ന കാര്യം പിന്നെ വിട്ടുപോയി. ഹർഷോന്മാദത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇത് ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ എത്ര
ദൗർഭക അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ അമദ്രസ ഇത്രയും കാര്യം എന്ന് പറഞ്ഞത്. അത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രകൃതത്തിൽ ഞാൻ വളരെ വ്യതിചലിച്ചു പോയി, അക്കാര്യമേ ഓർത്തില്ല, ക്ഷമിക്കണം സഹോദരിമാരെ. ദൈവത്തിൻ്റെ ഈ മഹനീയ രഹസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാൻ ഇടയായതിനാൽ നമ്മുടെ കുറ്റം കൊണ്ട് തന്നെ എന്തുമാത്രം നഷ്ടം നാം വരുത്തുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അതിന് പരിതപിക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. വീണ്ടും അത് തന്നെ മതത്തെ പറയുകയാണ്, ഇത് എങ്ങനെ പരിതപിക്കാതിരിക്കും? ഇത്രമാത്രമുള്ള വലിയ ദൈവ സ്പർശനങ്ങളും അനുഗ്രഹങ്ങളും നന്മയും നമുക്ക് വേണ്ടി തുറന്നു വെച്ച് അവിടുന്ന് കാത്തിരുന്നിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അവിടുന്ന് ആ വയലിലെ നിധി, നമ്മുടെ ഉള്ളാകുന്ന വയലിൽ അങ്ങനെ ഒരു നിധി, ദൈവ സാന്നിധ്യം ഇതുപോലെ കിടക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അറിഞ്ഞിട്ട് സ്വന്തമാക്കാൻ നമ്മൾ നോക്കുന്നേ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് പരിതപിക്കാതിരിക്കാൻ പറ്റുക? എനിക്ക് സാധ്യമല്ല. ഇവയൊക്കെയും തനിക്ക് ഇഷ്ടമുള്ളവർ കർത്താവ് കൊടുക്കുന്നുവെന്നത് വാസ്തവമാണെങ്കിലും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാമും അവിടുത്തെ സ്നേഹിക്കുന്ന പക്ഷം എല്ലാവർക്കും അവ നൽകാതിരിക്കുകയില്ല. അവിടത്തേക്ക് ഇഷ്ടമുള്ളവർക്കാണ് ഈ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. കാരണം നമുക്കൊരു ആത്മീയ അനുഭവത്തിൽ അസറ്റിക്കൽ തലം കഴിഞ്ഞിട്ട് മിസ്റ്റിക്കൽ തലത്തിലേക്ക് വരുമ്പം നമ്മുടെ പരിശ്രമമല്ല നിദാനമായിട്ടുള്ളത്, മാനദണ്ഡമായിട്ടുള്ളത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവം തരുന്നതാണ്, ദൈവം തരാതെ പറ്റത്തില്ല. അപ്പോൾ ദൈവം ആർക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കും. അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പേർ കൊടുക്കും, ബാക്കിയുള്ളവർ കൊടുക്കാതിരിക്കുന്നു എന്നുള്ള അർത്ഥമാണോ? അങ്ങനെ അല്ല. മദ്രസ പറയുകയാണ്, ദൈവം നമ്മൾ ഇതുപോലെ സ്നേഹിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ അങ്ങോട്ട് അതുപോലെ സ്നേഹിക്കാൻ പരിശ്രമിച്ച് ആഗ്രഹിച്ചു വന്നാൽ നമുക്ക് ആർക്കും അവിടുന്ന് നിഷേധിക്കുകയില്ല എന്ന് ഉറപ്പാണ് മദ്രസ പറയുകയാണ്. ഇവയൊക്കെ തനിക്ക് ഇഷ്ടമുള്ളവർ കർത്താവ് കൊടുക്കുന്നു എന്നത് വാസ്തവമാണെങ്കിലും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം അവിടുന്ന് സ്നേഹിക്കുന്ന പക്ഷം എല്ലാവർക്കും അവ നൽകാതിരിക്കുകയില്ല. നമുക്ക് എല്ലാവർക്കും നൽകും. അവ കൊടുക്കുവാൻ, അതായത് വാങ്ങിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണമെന്നല്ലാതെ ഒന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അത് ആർക്കാ കൊടുക്കേണ്ടത്, ആർക്കാ കൊടുക്കാതിരിക്കേണ്ടത് എന്നല്ല. ഇത് കൊടുക്കണം 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 എന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. വാങ്ങിക്കാൻ ആളുണ്ടാവണേ, ആള് വരണേ 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 എന്നാണ് അവിടുത്തെ ആഗ്രഹം, നോട്ടം അതാണ്. അപ്പോൾ അത് കൊടുക്കാൻ സാധിക്കണം, വാങ്ങിക്കാൻ ആളുണ്ടാവണം എന്നുള്ള വേറെ ഒന്നും അവിടെ നോക്കുന്നില്ല. കൊടുക്കുന്നത് കൊണ്ട് അവിടുത്തെ വിഭവങ്ങൾക്ക് യാതൊരു കുറവും വരുന്നില്ല. ദൈവത്തില് ഈ വിഭവങ്ങളുടെ സമൃദ്ധിയാണ്, നിറവാണ്. അളവറ്റ സകല നന്മ സ്വരൂപനായ ദൈവം, അവിടത്തേക്ക് ഒന്നിനും കുറവില്ല. ദൈവം ആത്മാവിനെ കൊടുക്കുന്ന അളന്നല്ല, അളവില്ലാതെ. നമുക്കറിയാം യോഹന്നാൻ 7 നമ്മൾ വായിക്കുന്നത് നമുക്കറിയാമല്ല, ദാഹിക്കുന്നെങ്കിൽ വരട്ടെ, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാമെന്നല്ല, അരുവിയായിട്ട് ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ മാത്രം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരു താരതമ്യം ഇല്ലാത്ത പോലെയാണ്. അങ്ങനെ അരുവിയായിട്ട് ഓരോ വ്യക്തിക്കും പുറത്തേക്ക് ഒഴുകാൻ മാത്രം കൊടുക്കാൻ മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്വർഗീയ ദാനങ്ങൾ, ജീവജലം, അതുപോലെ സമൃദ്ധിയാണ് ദൈവത്തിന്. ദൈവത്തിന് ഒരിക്കലും പിശുക്കേണ്ട ആവശ്യമില്ല, പിശുക്കുകയില്ല, ഇഷ്ടംപോലെയുണ്ട്. ചോദിക്കുന്നില്ല, ആൾക്കാർ എടുക്കുന്നില്ല, സ്വീകരിക്കാൻ ആളില്ല എന്നത് മാത്രമാണ് വിഷയം. വിശുദ്ധരെ പറ്റി പറയുന്ന കാര്യം ഓർമ്മ വരികയാണ്. വിശുദ്ധര് വലിയ വിശുദ്ധരായത് തമ്മിൽ അവർക്ക് കൂടുതൽ കൊടുത്തു. നമ്മൾ അത്ര വിശുദ്ധരാകാത്ത ദൈവം നമുക്ക് കുറച്ചേ തന്നുള്ളൂ കൃപകൾ. അങ്ങനെ അല്ല എന്നാണ് അനേക വിശുദ്ധർ പങ്കുവെക്കുന്നത്. മറിച്ച് വിശുദ്ധർക്ക് ഒരുപാട് കൃപകൾ ദൈവം കിട്ടിയത് അവർ സ്വീകരിക്കാൻ തയ്യാറായത് കൊണ്ടാണ്. നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ കൃപ ഇതൊരു വരാത്തത്. പലപ്പോഴും നമ്മൾ പല വിശുദ്ധരെ പറ്റി പറയും ദൈവം പ്രത്യേകമായി കൃപ കൊടുത്ത് അൽഫോൻസാമയെ അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇബ്രാഹിമയെ അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ മദർ തെരേസയെ അനുഗ്രഹിച്ചു. അങ്ങനെ പല വിശുദ്ധകൾ പറയും ദൈവം പ്രത്യേക കൃപ കൊടുത്തു. ശരിയാണ്, പ്രത്യേക കൃപ കൊടുത്തു എന്ന് വെച്ച് നമുക്ക് അല്ലെ മറ്റവർക്ക് പ്രത്യേക കൃപ അവിടുന്ന് കരുതിയിട്ടില്ലെന്നല്ല അർത്ഥം. നമുക്ക് എല്ലാവർക്കും അതുപോലെ അതിനേക്കാൾ കൂടുതൽ കൃപ അവിടുന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ അത് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല, സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മത് മനോഹരമായിട്ട് പറയുകയാണ്. നമ്മൾ ഗൗരവത്തിൽ ഓർമ്മിക്കണം, നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഔദാര്യം വളരെ തുച്ഛമാണ്. ദൈവത്തിൻ്റെ കാര്യം ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ കേട്ട് മനസ്സിലാക്കി പോകുന്നു. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എത്ര പേര് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ തമ്പുരാനെ അനുഭവിക്കാനും സ്വന്തമാക്കാനും സഹായിക്കുകയില്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം പരമാവധി മാറ്റിവെച്ച് തമ്പുരാൻ സ്വന്തമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പോകാൻ നമ്മൾ എത്രയോ തയ്യാറാകും. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ ഉത്തരവാദിത്തം ഉപേക്ഷിക്കണമെന്നല്ല. പുസ്തകം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ മദ്രസ്യ നമ്മുടെ ജീവിതാവസ്ഥയുടെ ചുമതല എല്ലാം നിർവഹിക്കണം, അതെല്ലാം നമ്മൾ ഏർപ്പെടണം. മദ്രസ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഓടുന്ന ജീവിച്ച ആളാണ്. പക്ഷെ അതിൻ്റെ ഇടയിലും നടുവിലും ഇങ്ങനെയുള്ളൊരു അന്വേഷണം സ്വന്തമാക്കുന്ന മദ്രസയ്ക്ക് സാധിച്ചു.
പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വരാൻ മാത്രം ഒരു ഔദാര്യം, ആത്മാർത്ഥത, സ്വയം ഉപേക്ഷിക്കാനുള്ള മനസ്സ്, നമ്മുടെ തന്നെ ബലം പ്രയോഗിക്കാനുള്ള സന്നദ്ധത, ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കാനുള്ള ദാഹം നമുക്ക് എത്ര പേരൊക്കെ ഉണ്ടാവും. അതൊരു വലിയ വിഷയമായിട്ട് നമുക്ക് എടുക്കണം. നമുക്കൊരു കുറവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങേക്ക് വേണ്ടി ദാഹിക്കാൻ, അങ്ങേ സ്വന്തമാക്കാൻ എന്നെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ എന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.